കഴിഞ്ഞ 6 വർഷത്തിനിടയിലുള്ള ഏറ്റവും താഴ്ന്ന ഇൻഫ്ലേഷൻ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.36% ഉയർന്ന് 24,666 ക്ലോസിംഗ് നൽകി. ഗ്ലോബൽ മാർക്കറ്റിനെ അസ്വസ്ഥമാക്കിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമെത്തിയതും അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഇടിഞ്ഞതും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് ട്രെൻഡിന് പിന്നിലെ കാരണമായി പ്രവർത്തിച്ചു എന്നുള്ളതും സത്യമാണ്. ടാറ്റ സ്റ്റീൽ, എറ്റേണൽ, ടെക് മഹീന്ദ്ര, മാരുതി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇൻഫോസിസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, HCL ടെക്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. എയർടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് 11,022 കോടിയായി ഉയർന്നത് എയർടെലിൻ്റെ സ്റ്റോക്ക് 1% ഉയരുന്നതിന് പിന്നിലെ കാരണമായി പ്രവർത്തിച്ചു. അതേസമയം ടാറ്റ മോട്ടോഴ്സിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 51% ഇടിഞ്ഞ് 8,556 കോടിയിലേക്ക് എത്തിയത് മൂലം ടാറ്റ മോട്ടോഴ്സ് ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. ടാറ്റ മോട്ടോഴ്സ് മാത്രമല്ല, ഏഷ്യൻ പെയിൻറ്റ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, NTPC, പവർ ഗ്രിഡ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഇന്ത്യയുടെ ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ 3.16% ഇടിഞ്ഞത് ജൂണിൽ നടക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള എക്സ്പെക്റ്റേഷൻ ഇന്ന് മാർക്കറ്റിലുടനീളം പ്രകടമായിരുന്നു. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫ്ലേഷനിൽ ഗണ്യമായ ഇടിവാണ് വന്നത്. 2024 ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ 4.83% അവിടെ നിന്നും ഇൻഫ്ലേഷൻ 3.16% ഇടിഞ്ഞിട്ടുണ്ട്. ഇനി മാർച്ച് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫ്ലേഷൻ 3.34% നിന്നാണ് 3.16% ഇടിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇൻഫ്ലേഷനിൽ വന്നിരിക്കുന്ന ഇടിവ് തന്നെയാണ് ഇന്ന് വിപണിയിലെ ഒരു ഉണർവിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലും 1.13% ഇടിവുണ്ടായി. ബ്രന്റ് ക്രൂഡിൻ്റെ വില $65.88 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അവസാനിച്ചതും ചൈനയും അമേരിക്കയും ഒരു വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചതും ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഫാക്റ്റ് കൂടി നമ്മൾക്ക് പരിശോധിക്കാം. കഴിഞ്ഞ 19 ട്രേഡിംഗ് സെഷനുകളിലായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. 19 ട്രേഡിംഗ് സെഷനിൽ 17 ട്രേഡിംഗ് സെഷനിലും FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തുകയും 46,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധമായിരുന്നു. അമേരിക്കയും ചൈനയും പരസ്പരം താരിഫുകൾ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ FIS ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റിലേക്ക് വരികയാണ് ചെയ്തത്. എന്നാൽ തിങ്കളാഴ്ച അമേരിക്കയും ചൈനയും താരിഫുകൾ ഏർപ്പെടുത്തുന്നത് നിർത്തുകയും ഒരു വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പഴയ ട്രെൻഡ്, അതായത് സെൽ ഇന്ത്യ ബൈ ചൈന എന്ന ട്രെൻഡിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. കാരണം ഏപ്രിൽ മാസം വരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. ഏകദേശം ജനുവരി മാസത്തിൽ 78,000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. അതിനുശേഷം ഏപ്രിൽ മാസത്തിലാണ് 4,000 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് നടത്തിയത്. ഏപ്രിൽ മാസത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ മികച്ച റിക്കവറി വരികയും മാർക്കറ്റ് ഉയരുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി ഇൻഡെക്സിനെയും ലാർജ് ക്യാപ് സ്റ്റോക്കുകളെയുമാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വളർച്ച തന്നെ FISൻ്റെ പ്രസൻസിനനുസരിച്ചായിരിക്കും. ഇവിടെ അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര കരാറിൽ എത്തുന്നത് US ഡോളറിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ഇന്ത്യ ബൈ ചൈന എന്ന സ്ട്രാറ്റജിയിലേക്ക് മടങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ഇതിനർത്ഥം വരും സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ ഇടിവ് നേരിടും എന്നല്ല. കാരണം ഈ ട്രെൻഡ് പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴില്ല. അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പെൻഷൻ ഫണ്ട്സിൻ്റെയും ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി ഓരോ മാസവും 25,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള ഫണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നും എത്തുന്നത്. ഇത് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം FISും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ വേഗത്തിൽ നടക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി വരും ദിവസത്തിലേക്കുള്ള മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് കൂടിയൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു ദിവസത്തെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. കൂടാതെ 5 ഡേ, 10 ഡേ, 20 ഡേ, 50 ഡേ, 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത്.
MACDയും RSIയും പോസിറ്റീവ് ക്രോസ് ഓവറിനെയും ബൈയിങ്ങിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ 24,500 എന്ന സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നും ഹയർ സൈഡിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് നൽകുകയും ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 25,000 എന്ന ലെവലിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 25,200, 25,300 തുടങ്ങിയ അപ്സൈഡ് ലെവലിലേക്കും ഇൻഡെക്സ് നീങ്ങിയേക്കാം. 24,500 മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 24,614 മാർക്കറ്റ് ആരംഭിച്ചതിന് ശേഷം 24,667 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. കൂടാതെ ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ പാറ്റേണും 24,500 മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കൂടാതെ 10-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 24,430 മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ മാർക്കറ്റ് 25,000, 25,250, 300 തുടങ്ങിയ ലെവലുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ശക്തമാണെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്